വി ഡി സതീശൻ നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ന് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുതിർന്ന നേതാക്കളുമൊക്കെ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനായിട്ടെത്തും. വലിയ ഒരു ജനതതി തന്നെ തിരുവനന്തപുരത്ത് ഈ കാഴ്ച കാണാൻ വേണ്ടി തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അകലെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ സർക്കാരിന് അഭിവാദ്യം ചെയ്യുന്ന മംഗളാശംസകൾ നേരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണമാറ്റം അനിവാര്യ വരുന്നു. അത് കോൺഗ്രസിനോ ലീഗിനോ RSPക്കോ RMPക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോ ജേക്കബ് ഗ്രൂപ്പിനോ വേണ്ടി മാത്രമല്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു, അർഹിച്ചിരുന്നു. 10 കൊല്ലം നീണ്ട പിണറായിസ്റ്റ് ഭരണം അവസാനിച്ചു. ഇനി അത് നമ്മുടെ ഒരു ദുസ്വപ്നമായിട്ട് നിലനിൽക്കും. അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണവും അത്ര മികച്ചതോ മേന്മയുള്ളതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ പിണറായി വിജയനെ വിജയിപ്പിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചത്. പക്ഷേ 10 കൊല്ലം നീണ്ടു നിന്ന ഭരണം നിരാശയല്ലാതെ ഒന്നും ബാക്കി വച്ചില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും ഭരണമാറ്റം ആഗ്രഹിച്ചത്. അല്ലാണ്ട് UDFൻ്റെ ഭരണത്തിന് കീഴിൽ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിട്ടോ, അഴിമതി ഇല്ലാതാവും എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ മാവേലി നാടുവാണ കാലം ഇവിടെ പുനരുജ്ജീവിക്കും എന്ന് കരുതിയിട്ടുമല്ല. ഇപ്പോൾ വി ഡി സതീശൻ്റെ മുമ്പിലുള്ള പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിച്ചുപണി അനിവാര്യമാണ്. IASകാരെ IPSകാരെയൊക്കെ മൊത്തം ഇപ്പോൾ ഇരിക്കുന്ന ലാവണത്തിൽ നിന്ന് ഇളക്കി പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട്. സത്യസന്ധരും കാര്യക്ഷമതയുള്ളവരുമായ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞു പിടിച്ച് പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിയില്ലെങ്കിൽ ഈ ഭരണം പണ്ടത്തേക്കാൾ മോശപ്പെട്ട നിലയിലേക്ക് പോകും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല പോലീസ് വകുപ്പ് അത് വളരെ പ്രധാനമാണ്. ആഭ്യന്തര വകുപ്പ് കഴിവുറ്റ ഒരു മന്ത്രിയെ ഏൽപ്പിക്കണം. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം ഭരിച്ചാലേ നാട് നന്നാവുള്ളൂ ഈ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിവെക്കണം. അത് ഒരു കാരണവശാലും ഗുണകരമായിരിക്കില്ല. കേരളത്തിൽ എപ്പോഴൊക്കെ പോലീസ് മന്ത്രി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഭരണ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ ബോധ്യം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലനത്തിൽ മികച്ച നില കൈവരിച്ചു എന്നുള്ളതാണ്. അഴിമതി ഉണ്ടായിരുന്നു, കെടുകാര്യസ്ഥ ഉണ്ടായിരുന്നു, സമുദായ പ്രീണനം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തോതിൽ ലാത്തിചാർജുകളോ പോലീസ് വെടിവെപ്പോ അല്ലെങ്കിൽ വർഗീയ ലഹളവും ഉണ്ടായിരുന്നില്ല. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് രമേശ് ചെന്നിത്തലയും ആ സ്ഥാനത്ത് ഇരുന്നപ്പോൾ അവർ ഈ വകുപ്പ് കാര്യക്ഷമമായിട്ട് ഭരിച്ചു കൊണ്ടു നടന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ അതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഏത് നിലയ്ക്ക് നല്ലതാണ്. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം ഭരിച്ചാലേ ഭരികയുള്ളൂ എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. മറ്റു വകുപ്പുകളുടെ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തണം. പൊതുഭരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന വകുപ്പുകളിൽ മാത്രം പോരാ. ഈ ലീഗിനും കേരള കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്കുമൊക്കെ തീരെഴുതി കൊടുക്കുന്ന വകുപ്പുകൾ അവരുടെ സാമ്രാജ്യങ്ങളായി മാറാതെ, അവിടെ വലിയ അഴിമതി നടക്കാതെ, അവിടെ ചില പ്രത്യേക സമുദായക്കാർ അട്ടിപ്പറായി കിടക്കാതെ ഈ മൊത്തം കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒരു കണ്ണെത്തണം. അതിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ എത്തണം. അദ്ദേഹം തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും തൻ്റെ ഇടവും കാണിക്കണം. ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് എനിക്ക് സതീശനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുണ്ട്, തൻ്റെ ഇടമുണ്ട്. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ ആ ഒരു കഴിവ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം പുറത്തെടുക്കുമെന്നും ഈ ഘടകകക്ഷികൾ അധികം അതിക്രമങ്ങൾ നടത്താതെ ശ്രദ്ധിക്കും എന്നുമാണ് എൻ്റെ വിശ്വാസം. പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇനിയിപ്പോൾ നിരന്തര സമരത്തിലായിരിക്കും. SFIക്കാർ DYFIക്കാർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ 10 കൊല്ലം കണ്ട SFIയോ DYFIയോ ആയിരിക്കില്ല. ഇനി അങ്ങോട്ട് സമരങ്ങളുടെ ദിവസമായിരിക്കും. KSRTC ബസ്സുകളുടെ ചില്ല് കുറേ അധികം പൊട്ടും. പോലീസുകാരുടെ കൈയും DYFIക്കാരുടെ പുറവും തമ്മിലായിരിക്കും പിന്നീടാകുന്ന മത്സരം. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ പോലീസിൻ്റെ ലാത്തി ഓടക്കുഴലല്ല എന്ന് പണ്ട് സഖാവ് നമ്പൂരിപ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പോലീസുകാരെ ഓർമ്മിപ്പിക്കണം. പിന്നെ ഈ പോലീസിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന മിക്കവാറും ഉദ്യോഗസ്ഥന്മാരും തീരെ അപ്രാപ്തരോ അല്ലെങ്കിൽ വലിയ അഴിമതിക്കാരുമാണ്. അവിടെയൊക്കെ വലിയ ഇളക്കി പ്രതിഷ്ഠ ആവശ്യമായിട്ട് വരും. ജില്ലാ കളക്ടർമാരുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. റവന്യൂ വകുപ്പ് കൊള്ളാവുന്നൊരു മന്ത്രി ഏൽപ്പിച്ചില്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതവും അതിഭയങ്കരമായിരിക്കും. ഇങ്ങനെ എണ്ണി പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. ഞാനത് പറഞ്ഞ് പുതിയ ഭരണകർത്താക്കളെയോ കേൾവിക്കാരെയോ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നന്നായിട്ട് ഭരിച്ചാൽ UDFന് തന്നെയാണ് ഗുണം, നാട്ടുകാർക്കും അത് തന്നെയാണ് ഗുണം.
അല്ലെങ്കിൽ പിണറായി വിജയൻ പോയ വഴിക്ക് 5 കൊല്ലം കഴിയുമ്പോൾ സതീശനെ നമ്മൾ പറഞ്ഞുകൊണ്ടായിട്ട് വരും. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ഭരണക്കാരല്ല. ഭരണക്കാർ മര്യാദയ്ക്കിരുന്നാൽ അവർക്ക് കൊള്ളാം. ജനങ്ങളേതായാലും ഈ കൊള്ളരുതായ്മയോ അഴിമതിയോ കെടുകാര്യസ്ഥയോ സമുദായ പീഡനമോ കണ്ട് കൈകെട്ടിയിരിക്കും എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കാൻ ഒരിക്കലും ഒരു കാരണവശാലും മടിക്കുകയില്ല.